കൈസ് മോനെ, നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചടാ. അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ. എന്നെ എന്റെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങടെ അഴിക്കണെങ്കിൽ നിന്റെ കരണം അടിച്ചു പോക്കാൻ എനിക്ക് അറിയടാ. ഞാൻ വേറെ ആരും വേണ്ട, ഞാൻ എന്നെ മതി നിന്റെ കരണം അടിച്ചു പൊളിക്കാൻ. ഞാൻ എന്നെ അവിടെ വരും, നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടി. ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ഷാജിക്ക് കേരള പോലീസിൽ ജോലി കിട്ടി കേട്ടോ. അതെന്തിനാണെന്ന് അറിയണ്ടേ? ഇറ്റ്സ് മീ കൈസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ കൈസിനെ ഒതുക്കാനായിട്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. ഷാജിയുടെ അമ്മ കൈസിനെ വിളിച്ചിട്ട് അവർക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ കൈസിനോട് പറയുന്നതും അത് കൈസിൻ്റെ വീഡിയോ വഴിയായിട്ട് യൂട്യൂബ് ചാനൽ വഴി എല്ലാവരും അറിഞ്ഞതുമൊക്കെയാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ തനി സ്വഭാവം എന്താണെന്ന് അത്യാവശ്യം എല്ലാവരും മനസ്സിലാക്കിയതാണ്. അതിനുശേഷം നിരന്തരം ഈ കൈസിനെതിരെ ഭീഷണിയായിട്ട് ഷാജിദ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണോ അദ്ദേഹം ഇന്നാണ് വീഡിയോ ഇട്ടേക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് കൈസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് മാനേജരോടും റിസപ്ഷനിലും ഒക്കെ വിളിച്ചിട്ട് ഷാജിദ സംസാരിക്കുന്ന ഒരു വോയിസ് കൈസ് പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 4:45 ആയി കാണും. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഒരു കോൾ വരികയാണ്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. കൈസ എന്ന് പറയുന്ന ആള് ജോലി ചെയ്യുന്ന സ്ഥാപനമല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ഫോൺ എടുത്തത് റിസപ്ഷനിസ്റ്റ് ആണ്. ശബ്ദം കേട്ടപ്പോൾ തന്നെ അവന് മനസ്സിലാക്കുന്നത് ഷാജിദാണെന്നുള്ളത്. അവൻ നൈസായിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. റിസപ്ഷനിൽ മാത്രമല്ല കേട്ടോ, മാനേജറും വിളിച്ചു. എന്നിട്ട് പുള്ളിക്കാരനോടും ഇതേ കാര്യം തന്നെ അങ്ങോട്ട് പറഞ്ഞു. പുള്ളിക്കാരനും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്തായാലും പുള്ളിക്കാരന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചത് തന്നെ വോയിസ് റെക്കോർഡ് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഹലോ, കൈസല്ലേ? ഹലോ, കൈസല്ലേന്ന്? കൈസ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോ? സ്റ്റേഷനിൽ വിളിക്കാണ്. എവിടുന്നായിരുന്നു? സ്റ്റേഷനിൽ നിന്ന് വിളിക്കാണ്, പാലക്കാട് സ്റ്റേഷനിൽ. പറഞ്ഞോളൂ. കൈസ ആണോ? കൈസ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ? ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവരോട് കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതിയോ? യൂട്യൂബ് ചാനലിന്റെ കൈസ് ഇറ്റ്സ് മീ കൈസ് എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ്. 4 ലക്ഷം സബ്സ്ക്രൈബർ. പെൺകുട്ടികളെ അപമര്യാദയായിട്ട് 4 വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരണോ എന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ട് ഒന്ന് പറയണേ. കോൺടാക്ട് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ. എങ്ങോട്ടാന്ന് വെച്ചാൽ പോരും മോളെ, എനിക്കൊരു കേട്ടില്ലേ? ഇതിനുശേഷം വീഡിയോയിൽ ഷാജിദ ഇട്ടേക്കുന്ന പുതിയ വീഡിയോയിലാണോ ലൈവിലാണോ ഏതിലോ വന്നിരുന്നിട്ട് ഒരുപാട് വെല്ലുവിളിക്കുന്നുണ്ട് കൈസിനെതിരെ. അങ്ങോട്ട് വരും, ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കും, ഞാൻ ഒറ്റയ്ക്ക് മതി, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭീഷണി ഷാജിദ മുഴക്കുന്നുണ്ട്. കൈസ് ഇന്നിട്ടേക്കുന്ന ആ വീഡിയോ പോയി നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ കുറച്ച് ദിവസമായി ഷാജിദയുടെ ഈ വീഡിയോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സമയക്കുറവ് കൊണ്ട് മാറ്റി ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് കൂടെ കണ്ടപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഷാജിദയ്ക്കെതിരായിട്ട് വീഡിയോ ചെയ്യുന്ന എല്ലാ ആളുകളെയും ഭീഷണിപ്പെടുത്തുകയാണ്. ഷബീന ബീവിക്കെതിരെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് വരെ ചീത്ത വിളിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ആ ചെറിയ കുട്ടി വരെ ഇന്നലെ ലൈവിലാണെന്ന് തോന്നുന്നു, ആ കൊച്ചു കുട്ടി വരെ ഇരുന്ന് പറയുന്നുണ്ട്, എന്നാൽ ഷബീന പോയി കിടന്ന് ഉറങ്ങുന്നു, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സംസാരമായിട്ടുണ്ട്. ശരിക്കും ഇവരുടെ ഈ അടുത്ത കാലത്തുള്ള വീഡിയോസ് കണ്ടാൽ സത്യത്തിൽ നമുക്ക് തോന്നും ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. സാധാരണ ഒരു നോർമൽ പേഴ്സൺ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അല്ല ഇവർ ചെയ്യുന്നത്. ഇവരുടെ വെല്ലുവിളികളും ഒക്കെ കാണുമ്പോൾ ആ വീട്ടിൽ ഇവരുടെ ഉമ്മ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നും. വല്ലാതെ വെല്ലുവിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇവരുടെ ചാനലിൽ നിന്ന് ഒരുപാട് എടുത്തിട്ട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരു അതിശയം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരെന്തോ ഒരു വൈറ്റനിങ് ക്രീം സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ക്രീമിനെ പറ്റിയിട്ട് ഒരു ധാരണയും ഇല്ലാതെ, നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്, അപ്പോൾ ഒരു ധാരണയും ഇല്ലാതെ അതുവരെ എനിക്ക് തോന്നുന്നു 1000 റുപ്പീസ് എന്തോ ആണെന്ന് തോന്നുന്നു ഒരു ബോട്ടിലിന്, അതുവരെ മേടിച്ച് ഉപയോഗിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരുപാട് ആളുകൾ പല അനീതികളും അക്രമങ്ങളും ഇതേപോലുള്ള കാര്യങ്ങളും കാണിച്ചിട്ട് ജീവിക്കുന്നുണ്ട്. കാര്യം എന്ത് തന്നെ ചെയ്താലും അവർക്ക് ക്യാഷ് കിട്ടും,
അത്രയേ ഉള്ളൂ. ക്യാഷ് കിട്ടുക എന്നുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇപ്പം ഷാജിദ എന്തൊക്കെ ചെയ്യുന്നോ, കുറച്ചുകൊണ്ട് ഷാജിദ അത്രയ്ക്ക് ഒന്ന് ഒതുങ്ങിയിട്ട് ആളുകൾ സംസാര വിഷയമാക്കാതെ അങ്ങ് വിട്ടേക്കായിരുന്നു. വലിയ പ്രശ്നങ്ങളില്ലാതെ പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ നോക്കി പുള്ളിക്കാരി പോകുമായിരുന്നു. ആ ഒരു സമയത്ത് ഷാജിദയ്ക്ക് തോന്നിയ ഒരു ബുദ്ധി ആയിരിക്കാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം, കുറേ ബഹളം ഉണ്ടാക്കാം, അലമ്പുണ്ടാക്കാം, കുറേ ഇങ്ങനെ ഒന്നും കൂടെ ഫേമസ് ആകാം. എന്ത് ചെയ്തിട്ടാണേലും ക്യാഷ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു ലക്ഷ്യം ഇത് സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഓഡിയൻസിന് മനസ്സിലാകുന്നില്ല. ഇത് ഏറ്റുപിടിക്കാനായിട്ട് കുറേ ആളുകളും ഇതിൽ ആർക്കാ ഗുണം കിട്ടുന്നത്, ആർക്കാണ് പ്രയോജനം കിട്ടുന്നത്? കുറേ ആളുകൾ അവരെ ചീത്ത വിളിക്കുമായിരിക്കാം, കുറേ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം. ഇപ്പോൾ ഈ അമ്മയുടെ വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ചീത്ത വിളിക്കാനായിട്ടാണെങ്കിലും അവരുടെ ചാനൽ കയറി കാണുമല്ലോ, കമൻ്റ് ഇടുമല്ലോ, അത് മതി അവർക്ക്. ഏത് രീതിയിലാണെങ്കിലും നല്ല രീതിയിലല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തിട്ടെങ്കിലും ക്യാഷ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് യൂട്യൂബ് നടത്തുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ ഒരാളാണ് ഈ സ്ത്രീയെന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ആ കുഞ്ഞുങ്ങളുടെ യതീംഖാനയിൽ പോയിരുന്നിട്ട് കാണിക്കുന്ന നാടകമൊക്കെ കണ്ടാൽ എന്ത് നാടകമാണ് ആ സ്ത്രീ കളിക്കുന്നത്? വെറുതെ ഇരുന്ന് കരയാണ്. കുട്ടികൾക്ക് മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് അലറി കരയും, അടുത്ത സെക്കൻഡ് നോർമലാകും, പിന്നെയും കരയും. എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് കുറേ പേര് അവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യും, കരയരുതെന്ന് പറയും. കുറേ പേര് ഇവർക്ക് വട്ടാണെന്ന് പറയും. കുറേ പേര് വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ചാനൽ കാണുന്നില്ല, അൺസബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ സബ് ചെയ്യാനായിട്ട് വരും. ഫൈനലി ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ഇവർക്ക് നടന്നു കിട്ടും. എന്തായാലും മണ്ടന്മാരാകുന്നത് പൊതുജനം തന്നെയാണ്. അപ്പായാലും പോലീസുകാരിയായിട്ട് വരെ ഷാജി പ്രതികരിക്കാൻ തുടങ്ങി. ഞാൻ പോലീസാണ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് വരെ വിളിക്കാനായിട്ട് തുടങ്ങി ഷാജി. അപ്പോൾ ഇനി എന്ത് കാണിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരും ജാഗരൂകരായിട്ട് ഇരുന്നോളൂ. ആർക്കാണ് അടുത്ത കോള് വരുന്നത്, ആര് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണ് വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. ആര് ഷാജിദയ്ക്ക് അഗേൻസ്റ്റ് വീഡിയോ ചെയ്താലും ഇപ്പോൾ ഒരു പരിപാടിയാണ് ഭീഷണിപ്പെടുത്തുക, അങ്ങോട്ട് വന്ന് പൊട്ടിക്കുമെന്ന് പറയുക, വന്ന് വീഡിയോ ചെയ്യുമെന്ന് പറയുക. ഇപ്പോൾ സ്ഥിരം ഇപ്പോൾ ഇവരെന്ന് മാത്രമല്ല, ഇപ്പോൾ കുറേ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലേ, കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ചിലതിലൊന്നും മനഃപൂർവ്വം ഞാൻ ആ വീഡിയോസ് ചെയ്യാത്തതാണ്. എന്ത് തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഗുണ്ടായിസമായിട്ട് ഇറങ്ങിയേക്കാണ്. ഗുണ്ടായിസം എവിടെയും ആർക്കും എന്തും ചെയ്യാം. നിയമത്തെ പേടിയില്ല, നിയമത്തെ അനുസരണയില്ല, ബഹുമാനമില്ല, ഒന്നുമേ ഇല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇരു കൂട്ടരും പറയുന്ന വിഷയമായിരിക്കാം രണ്ടാമത് ഗുണ്ടായിസവുമായിട്ട് അങ്ങ് ഇറങ്ങുകയാണ്. കാര്യം നമുക്ക് ആർക്കും പബ്ലിക്കിന് ഒരു അനീതിക്കെതിരെയും പബ്ലിക്കിന് പ്രതികരിക്കാൻ വയ്യ. പ്രതികരിച്ചു കഴിഞ്ഞെങ്കിൽ ഗുണ്ടായിസം, സ്വന്തമായിട്ട് ഗുണ്ടായിസം കാറും എടുത്തിട്ട് അങ്ങ് ഇറങ്ങുകയാണ് ആളുകൾ. അപ്പോൾ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് ആയിട്ടും ലൈവുകളായിട്ടും ഇതൊക്കെ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പാർട്ട് മാത്രമാണ് ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയും. അപ്പോൾ ഇങ്ങനെ വൈറലായിട്ട് ഈ വഴക്കും അടിയും തെറിയും ഒക്കെ കാണാനായിട്ട് നമുക്ക് വല്ലാണ്ട് ഇഷ്ടമാണല്ലോ. ഒരു നല്ല കാര്യം ആരെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ പോയിരുന്ന് പറഞ്ഞാൽ അത്ര കണ്ടെങ്കിൽ മനുഷ്യൻ കാണില്ല. അതേസമയം ഇതേപോലുള്ള ചീത്തയും തെറിയും അംഗം വെട്ടും ഒക്കെ കാണാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് തന്നെ ലൈവ് ഇട്ടും വീഡിയോ ചെയ്തും ഒക്കെ ജീവിക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ടെന്ന്, കുറേ പേരുണ്ടെന്ന്. അതിനെ വളർത്തി വിടുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ്. അയ്യോ എന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് കുത്തിയിരുന്ന് ഇവരെയൊക്കെ വീഡിയോ പോയിരുന്ന് കാണുകയും ചെയ്യും. അവർക്ക് എന്ത് കിട്ടും? അവർക്ക് മാസം ഈ കാണുന്നതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പം ഇതിൽ പൊട്ടരാകുന്നത് പൊതുജനങ്ങളാണ്. പൊതുജനങ്ങൾ ഇതിങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് പറയുന്ന ആളുകൾ എന്താണ് സംഭവം എന്നറിയാനായിട്ട് ഈ പ്രസ്തുത ഷാജിദയുടെ വീഡിയോ ആണെങ്കിലും ഇതേപോലെ അലമ്പുണ്ടാക്കുന്ന വഴക്കുണ്ടാക്കുന്ന ഓൺലൈൻ യുദ്ധം നടത്തുന്ന എല്ലാവരുടെയും വീഡിയോ പോയിരുന്ന് കുത്തിയിരുന്ന് കാണും. അവർക്ക് ക്യാഷ് കിട്ടും. ഈ ക്യാഷ് കിട്ടാൻ വേണ്ടി അടുത്ത് എന്ത് തന്നെ ചെയ്യാനും അവർ മടിക്കാറില്ല. എന്ത് ചെയ്താലാണോ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്, ക്യാഷ് കിട്ടുന്നത്, ആ പരിപാടി വീണ്ടും 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 തുടർന്നുകൊണ്ടേ പോകും. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രയോജനം എന്ന് പറയാൻ അടുത്തുള്ള തലമുറയിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക, വീട്ടുകാരെ കുറ്റം പറയുക, നാട്ടുകാരെ കുറ്റം പറയുക, അംഗം വെട്ടുക, അല്ലെങ്കിൽ പരസ്യമായിട്ട് വന്നിരുന്ന് വെല്ലുവിളിച്ചിട്ട് ആളുകളെ തേടി തപ്പി ആളുകളെ തേടി ചെല്ലുക, അവിടെ ചെന്ന് നിന്നിട്ട് വെല്ലുവിളിക്കുക, ഇതൊക്കെ ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നിയമപാലകരും എല്ലാം വെറും നോക്കുകുത്തികളായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറേ ദിവസത്തെ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന കുറേ പേർക്കെങ്കിലും അറിയാം, വേറെയും നല്ല കുറേ പ്രശ്നങ്ങൾ യൂട്യൂബിൽ നടക്കുന്നുണ്ട്. ലൈവായിട്ടിട്ട് കാണിച്ചുകൊണ്ട് ഓരോ ആളുകളെ തേടി ആളുകൾ പോകുന്നതും അങ്ങനെ വഴക്കുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ യൂട്യൂബിൽ നടക്കുന്നുണ്ട് അല്ലേ. ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരം വേണം എന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളെ ഇത് മൈൻഡ് ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ കാണിക്കുന്നവർ ഇങ്ങനെ
ഇങ്ങനെ കാണിക്കുന്നവരെ, ഇതേപോലെ യൂട്യൂബിൽ വന്ന് കിടന്നിട്ട് ബഹളവും മലമ്പും ഒക്കെ ഉണ്ടാക്കുന്നവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, ഇഗ്നോർ ചെയ്തേക്കുക, അവരെ ആ പാതയിലേക്കേ നമ്മൾ പോകാതിരിക്കുക. ജനങ്ങളൊന്നും ഇത് കാണുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർ ഈ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് മര്യാദയ്ക്ക് ആ കുഞ്ഞുങ്ങളെ വളർത്തി ജീവിക്കാനായിട്ട് നോക്കുകയുള്ളൂ. ഇതിപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ മര്യാദയ്ക്ക് പോകുമ്പോൾ ആരും വീഡിയോ കാണാൻ, ഇത്രയധികം ആളുകൾ വീഡിയോ കാണാൻ ചെല്ലുന്നില്ല. അപ്പോൾ ഇങ്ങനെ അലമ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നും ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ ആളുകൾ കാണാനുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മളൊക്കെ തന്നെയാണ് അല്ലേ. പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും താല്പര്യം ഇങ്ങനത്തെ വിഷയങ്ങൾ കാണാനാണ്. എന്തായാലും ഷാജിദ പോലീസിൻ്റെ ഈ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്